ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ഇടവം 1 മേടം രാശിയിൽ നിന്നും സൂര്യഭഗവാൻ ഇടവം രാശിയിലോട്ട് മാറുന്ന ദിവ്യമുഹൂർത്തം വെള്ളിയാഴ്ചയോടും അശ്വതി നക്ഷത്രത്തോടും കൂടിയിട്ടാണ് ഈ ഒരു ദിവസം വന്നിരിക്കുന്നത്. മാത്രവുമല്ല, സൂര്യഭഗവാൻ തൻ്റെ സ്ഥിരരാശിയായ ഇടവം രാശിയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം അമൂല്യമായിട്ടുള്ള വിഷ്ണുപതി പുണ്യകാലം കൂടിയിട്ടാണ് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും വിഷ്ണുപതി പുണ്യകാല സമയത്തെക്കുറിച്ചും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ നമ്മൾ വെക്കേണ്ടുന്ന പ്രാർത്ഥനയെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ ഇന്ന് രേവതി നക്ഷത്രമാണ്. ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യുന്നവരൊക്കെ മറക്കാതെ ഇന്ന് രാത്രി 10:34 മുൻപായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുമാത്രവുമല്ല, ഗുരുവാര കുബേരപ്രദോഷം കൂടിയിട്ടാണ് ഇന്ന്. സോ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ദിവസം ആരും തന്നെ മിസ്സാകരുത്. ഇനി നമുക്ക് നാളത്തെ കാര്യം നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, മേടം രാശിയിൽ നിന്നും സൂര്യഭഗവാൻ ഇടവം രാശിയിലോട്ട് പ്രവേശിക്കുന്ന ദിവ്യ മുഹൂർത്തമായ ഇടവ സംക്രമമാണ് മെയ് 15 വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. രാവിലെ 6:21 എന്നുള്ള സമയത്താണ് അശ്വതി നക്ഷത്രം 2ാം പാദത്തിൽ മേടക്കൂറിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയത്തുള്ള ഈ ഒരു സൂര്യ സംക്രമണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ രാവിലെ 6:21 കറക്റ്റ് ആ ഒരു സമയത്തല്ല, ഒരു 6 മണിയാകുമ്പോൾ തന്നെ നമുക്ക് വിളക്ക് കൊളുത്തി വെക്കാം. 5 തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തി വെക്കണം. ഈ ഒരു സംക്രമണ മുഹൂർത്ത സമയത്ത് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ തെളിയിക്കുന്ന വിളക്ക് ആ ഒരു മാസം മുഴുവൻ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും. മഹാലക്ഷ്മിയുടെയും ശുക്രഭഗവാന്റെയും ദിവസമായ വെള്ളിയാഴ്ചയിൽ ആ ഒരു ശുക്രഹോര സമയത്താണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ സൂര്യഭഗവാന്റെ സംക്രമണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുമ്പം ഇന്ന് വൈകിട്ട് തന്നെ വിളക്കൊക്കെ ഏറ്റവും ഭംഗിയായി തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നമ്മൾ പൂജാമുറിയിൽ വെക്കണം. നാളെ നിങ്ങൾ എപ്പോഴാണ് സാധാരണ ചിലരൊക്കെ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ വിളക്ക് തെളിയിക്കും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ 6:21 മുൻപായി, ഞാൻ പറഞ്ഞല്ലോ 6 മണിക്കോ 6:10 6:15 ഒക്കെ നമുക്ക് വിളക്ക് തെളിയിക്കാം. അപ്പം ഏറ്റവും ഭംഗിയായിട്ട് നെയ്യൊഴിച്ച് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ആ വിളക്കിന് ചുറ്റുമായിട്ട് വെള്ളപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം. മുല്ലപ്പൂ മാലയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വിളക്കിന് ചുറ്റി വെക്കാം. വീട്ടിൽ നിങ്ങൾക്ക് മുല്ലപ്പൂ, വെള്ള ശംഖുപുഷ്പം, പിച്ചിപ്പൂ, മന്ദാരം അങ്ങനെയുള്ള പുഷ്പങ്ങളൊക്കെ കിട്ടുമെങ്കിൽ അതുകൊണ്ട് ഏറ്റവും ഭംഗിയായി നിലവിളക്കിനെ അലങ്കരിക്കാവുന്നതാണ്. കാരണം സാക്ഷാൽ മഹാലക്ഷ്മിയായിട്ടാണ് നമ്മൾ നിലവിളക്കിനെ കാണുന്നത്. നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ വിഗ്രഹം, ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിലും നാളെ 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ആ ഒരു സംക്രമണം നടക്കുന്നത് എന്നതുകൊണ്ടുമാണ് നിലവിളക്കിനെ നമ്മൾ അലങ്കരിക്കാനായിട്ട് പറഞ്ഞത്. അലങ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് നമ്മൾ ഓം ശ്രീം ശ്രീയേ നമഃ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കണം. നമ്മുടെ വീട്ടിലോട്ട് ഒരു മാസത്തെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒരുപാട് വെളുത്ത പുഷ്പങ്ങൾ കയ്യിലുള്ളവർക്ക് അർച്ചന ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലെ നിലവിളക്കിന്. ഇനി വെളുത്ത പുഷ്പങ്ങളൊന്നും കിട്ടാനില്ലാത്തവർ, ചിലർ അബ്രോഡൊക്കെ ആയിരിക്കും താമസിക്കുന്നവർ, അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് പച്ചരി, നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന ആ ഒരു തട്ടമുണ്ടല്ലോ, അതിൽ 1 പിടിയോ 2 പിടിയോ പച്ചരി നിരത്തിയിട്ട് അതിന് പുറത്തായിട്ട് നിലവിളക്ക് വെച്ച് നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി 5 തിരിയിട്ട് കൊളുത്താനായിട്ടുള്ള നിലവിളക്കില്ല, ചെറിയ വിളക്കാണ്, അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങളുടെ കയ്യിലുള്ള വിളക്ക്, സാധാരണ പൂജാമുറിയിൽ കത്തിക്കുന്ന വിളക്ക് എന്താണോ അതിന് നമ്മൾ ഇതേപോലെ തന്നെ കത്തിച്ചാൽ മതിയാവും. അതുമാത്രവുമല്ല,
പ്രഭാത സമയത്ത് സാധാരണയായിട്ട് ചിലപ്പം നമുക്ക് അത് രാവിലെ ഒന്നും ആയിരിക്കില്ലല്ലോ ഈ ഒരു സംക്രമണ മുഹൂർത്തം. അപ്പം വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് ആ ഒരു പ്രഭാത സമയത്ത് വന്നിരിക്കുന്ന ഈ ഒരു സംക്രമണം എന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊളുത്തി വെച്ചിരിക്കുന്ന ദീപം 24 മിനിറ്റ് നേരം നമ്മുടെ പൂജാമുറിയിൽ തെളിഞ്ഞു നിൽക്കണം. അതായത് 6:21 എന്നുള്ള ആ ഒരു സംക്രമണ സമയം നമ്മൾ എപ്പോഴാണോ വിളക്ക് കൊളുത്തുന്നത്, ഇപ്പം 6 മണിക്കോ 6:10 6:15 ഒക്കെയാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതെന്നുണ്ടെങ്കിലും ആ ഒരു സമയം കണക്കാക്കേണ്ട. സംക്രമണ മുഹൂർത്തം മുതൽ 24 മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന ഭാഗത്ത് ആ വിളക്ക് തെളിഞ്ഞു നിൽക്കണം. 6:21 വിളക്ക് തെളിയിച്ചാൽ 24 മിനിറ്റ് സമയമാകുന്നത് 6:45 അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വരെ വീട്ടിൽ 24 മിനിറ്റ് നേരത്തേക്ക് വിളക്ക് തെളിഞ്ഞു നിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ആ ഒരു മന്ത്രം അത് മറക്കാതെ നമ്മൾ ചൊല്ലുകയും വേണം. ശേഷം ഈ ഒരു മാസം മുഴുവൻ ഐശ്വര്യം തരാൻ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കണം. ലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ സാക്ഷാൽ മഹാവിഷ്ണുവിനെയും, കാരണം വിഷ്ണുപതി പുണ്യകാലം കൂടിയിട്ടുണ്ട്. സോ ഭഗവാൻ മഹാവിഷ്ണുവിനെയും മനസ്സിൽ കണ്ട് നമ്മൾ തൊഴണം. നിങ്ങൾ ഈ ഒരു പൂക്കൾ കൊണ്ട് ആ ഒരു നിലവിളക്കിന് അർച്ചന ചെയ്തതിന് ശേഷം തുളസി ഇലയുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ചൊല്ലി ഒരു തുളസി ഇല കൂടി ആ ഒരു വിളക്കിനടുത്തായിട്ട് വെച്ചാൽ നമ്മൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചതും അതുപോലെ തന്നെയാകും. അതുമാത്രവുമല്ല, വൈശാഖ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നാളെ, അതും 30 വെള്ളിയും കൂടിയിട്ടാണ്. ഇനി നമ്മൾ പറഞ്ഞു വിഷ്ണുപതി പുണ്യകാലം. എന്താണ് വിഷ്ണുപതി പുണ്യകാലം എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ കാര്യം പറയുന്നില്ല. സൂര്യഭഗവാൻ തൻ്റെ സ്ഥിരരാശിയായ ഇടവത്തിലെത്തുന്നത് കൊണ്ടാണ് വിഷ്ണുപതി പുണ്യകാലം സംഭവിക്കുന്നത്. അതുമാത്രവുമല്ല, ശുക്രഭഗവാൻ ശത്രുവായുള്ള ക്ഷേത്രത്തിലോട്ടുള്ള മാറ്റം കാരണം സൂര്യഭഗവാന് ഇവിടെ അല്പം ബലം കുറവും കൂടിയിട്ടാണ്. അപ്പം ഈ ഒരു വിഷ്ണുപതി പുണ്യകാല സമയത്ത് നമ്മൾ വീടിനടുത്തുള്ള വിഷ്ണു, കൃഷ്ണ, പെരുമാൾ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പം 27 നാണയങ്ങളും 27 വെളുത്ത പുഷ്പങ്ങളും കൊണ്ടുപോകണം. 27 നാണയങ്ങളെന്ന് പറയുമ്പം 1, 2, 5, 10 അങ്ങനെയുള്ള ഏത് കറൻസി ഏതാണെങ്കിലും, കറൻസി അല്ല ഏത് കോയിനാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ വെളുത്ത കളറിലെ പുഷ്പങ്ങൾ 27 എണ്ണം. ഇനി ഞങ്ങളുടെ കയ്യിൽ 27 കോയിൻസ് ഇല്ലാത്തവർ വെളുത്ത കളറിലെ പുഷ്പങ്ങൾ മാത്രം എടുത്താൽ മതിയാവും. വെളുപ്പ് കിട്ടാനില്ല എന്ന് പറയുന്നവർ മഞ്ഞ കളർ എടുക്കാം, മഞ്ഞ അല്ലെങ്കിൽ വെള്ള. ഇതെടുത്തതിന് ശേഷം ഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെല്ലുന്നു. ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മൾ ഇപ്പം വിഷ്ണു ഭഗവാൻ, പെരുമാൾ ഈ ക്ഷേത്രങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് ഗരുഡ ഭഗവാനെ കാണാൻ സാധിക്കും. ഇങ്ങനെയില്ലെങ്കിൽ ആ ഒരു കൊടിമരത്തിൻ്റെ മുകളിലോട്ട് നോക്കി ഗരുഡനെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം നമ്മൾ ആ കൊടിമരത്തിന് ചുറ്റും 27 പ്രാവശ്യം വലം വെക്കണം. ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമോ ചൊല്ലിക്കൊണ്ട് നമുക്ക് ആ ഒരു കൊടിമരത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്താം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചുറ്റുമ്പം 1 രൂപയും ഒരു വെളുത്ത പുഷ്പവും, രണ്ടാമത്തെ പ്രാവശ്യം അടുത്ത 1 രൂപയും അടുത്ത വെളുത്ത പുഷ്പവും, അങ്ങനെ 27 പ്രാവശ്യം നമ്മൾ ചുറ്റണം. ഒറ്റയടിക്ക് തന്നെ ചുറ്റി തീർക്കണം. അതിനുശേഷം വേണം ക്ഷേത്രത്തിനുള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കാനും ക്ഷേത്രത്തിനുള്ളിലെ ഭഗവാനോട് നമ്മൾ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഈ ഒരു മാസം ഐശ്വര്യപ്രദമാക്കി തരണമെന്ന് അപേക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ ഭഗവാന് മഞ്ഞപ്പട്ട്, നെയ്വിളക്ക്, തുളസിമാല ഒക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതുമാണ്. വിഷ്ണുപതി പുണ്യകാലത്തിൻ്റെ ആരംഭമെന്ന് പറയുന്നത് നാളെ വെള്ളിയാഴ്ച അതികാലെ 1:30 മുതൽ രാവിലെ 10:30 വരെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ 10:30-ക്കുള്ളിൽ വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വിഷ്ണുപതി പുണ്യകാലത്തിൻ്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം, ഈ 2 കാര്യങ്ങൾ നാളെ നമ്മൾ ചെയ്യാനായിട്ട് മറക്കരുത്. വീട്ടിലെ പൂജകളും പ്രാർത്ഥനകളും ഒന്നും നടത്താത്തവരാണെങ്കിലും പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ലക്ഷ്മി ദേവിക്കുള്ള മന്ത്രം നമുക്ക് ചൊല്ലാൻ പറ്റും. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയി ഈ ഒരു കൊടിമര പ്രദക്ഷിണവും ചെയ്യാൻ പറ്റും. ഇനി നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന ആ ഒരു ലക്ഷ്മി പൂജ. ലക്ഷ്മി പൂജ എന്ന് പറയുമ്പോൾ നാളെ രാവിലെ 6 to 7 ആ ഒരു സമയത്തുള്ള ശുക്രഹോരയിൽ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം
നമ്മുടെ ആ ഒരു സംക്രമണ മുഹൂർത്തമായ 24 മിനിറ്റ് സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന് വളരെയധികം ഫലം നമുക്ക് ലഭിക്കും. അത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് രാത്രി 8 to 9 വരുന്ന ശുക്രഹോരയിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ ലക്ഷ്മി ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം തുടച്ച് ഭംഗിയാക്കി വെക്കുക. ദേവിക്ക് മുൻപിൽ എത്ര ദീപങ്ങൾ തെളിയിച്ച് വെക്കാൻ പറ്റുമോ അത്രയും ദീപങ്ങൾ തെളിയിക്കാം. കൗണ്ടിങ് ഒന്നും തന്നെ ഇല്ല, ഒറ്റ സംഖ്യയിലായിരിക്കണം. 1, 3, 5, 7, 9 അങ്ങനെ ഒറ്റ സംഖ്യയിൽ നമ്മൾ അമ്മയ്ക്ക് മുൻപിൽ നമുക്കിഷ്ടമുള്ള അത്ര ദീപങ്ങൾ തെളിയിച്ച് വെക്കുക. അതിനുശേഷം വെറ്റില എടുക്കുക. വെറ്റില എന്ന് പറയുമ്പോൾ എത്ര വെറ്റില വേണമെന്ന് വെച്ചാൽ 108 വെറ്റില വരെ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ 11, 21, 54 ആ ഒരു എണ്ണത്തിലും നമുക്ക് വെറ്റില എടുക്കാം. സാക്ഷാൽ മഹാലക്ഷ്മിക്ക് വെറ്റില എന്ന് പറയുന്നത് വളരെ വളരെ പ്രിയമാണ്. നല്ല വൃത്തിയുള്ള കേറലുകളൊന്നുമില്ലാത്ത വെറ്റില. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വെറ്റില വേണം എന്നുള്ളത്. വെറ്റില എടുത്ത് നല്ല വൃത്തിക്ക് കഴുകി തുടച്ച് എടുത്തതിന് ശേഷം ശ്രീമെന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജം മന്ത്രം ചൊല്ലി വെറ്റില നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 108 എണ്ണം കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ അല്ലെങ്കിൽ 9, 11, 21, 27 ആ എണ്ണത്തിലാണെങ്കിലും മതി എന്നുള്ളത്. ആ ഒരു വെറ്റിലയുടെ വാസന അമ്മയ്ക്ക് വളരെ പ്രിയമായതുകൊണ്ടാണ് വെറ്റില നമ്മൾ സമർപ്പിക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ മഹാലക്ഷ്മി ദേവിക്ക് നമ്മൾ ആ ഒരു വെറ്റില സമർപ്പിച്ചതിന് ശേഷം നമുക്ക് അത് അന്ന് തന്നെ, ഇപ്പം നിങ്ങൾ രാവിലെയാണ് അമ്മയ്ക്ക് ഇതുകൊണ്ട് അർച്ചന ചെയ്യുന്നതെന്നുണ്ട്, ആ വെറ്റിലകൾ ഒരു മാലയായിട്ട് കോർത്ത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ തൂക്കാവുന്നതാണ്. വെറ്റില മാല ഇത് നമുക്ക് ഒരു മാസത്തേക്ക് നല്ല പ്രോസ്പെരിറ്റിയും ഐശ്വര്യവും തരും. ആ വെറ്റില നന്നായിട്ട് കരിഞ്ഞു എന്ന് കണ്ടു കഴിയുമ്പോൾ അതെടുത്ത് ഡിസ്പോസ് ചെയ്താൽ മതിയാവും. സാധാരണ പൂക്കളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് പോലെ. ഇനി നാളെ വൈകിട്ട് 8 to 9 വരുന്ന ശുക്രഹോരയിലാണ് ഈ ഒരു വെറ്റില കൊണ്ടുള്ള അർച്ചന ദേവിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ശനിയാഴ്ച ഒരു മാലയാക്കി കോർത്തതിടാവുന്നതാണ്. ഇപ്പം എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ മാവില തോരണമൊക്കെ ദേവിക്ക് ചാർത്തും. അപ്പം ഈ ഒരു വെറ്റിലമാല തോരണം ചാർത്തണമെന്നുള്ളവർ നാളെ നമ്മൾ മാവില തോരണം ചാർത്തണമെന്നില്ല. പകരം കതകിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ജസ്റ്റ് 2 or 3 മാവില വെച്ചാൽ മതിയാവും. പിന്നെ നാളെ 30 വെള്ളി ആയതുകൊണ്ട് തന്നെ പടിപൂജ ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ അക്ഷയപാത്രത്തിൽ ജലം നിറച്ച് ഈസ്റ്റിൽ, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കീപ്പ് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വെറ്റില ഞാൻ പറഞ്ഞല്ലോ ഒറ്റ സംഖ്യയിൽ, പിന്നെ 16 എണ്ണം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാവില നമ്മൾ 16 മാവിലയായിട്ട് ചാർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ 16 വെറ്റില വേണമെങ്കിലും നമുക്കിവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെറ്റില എടുത്ത് അമ്മയ്ക്ക് അർച്ചന ചെയ്യുക. അതിനുശേഷം നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ചൊല്ലുന്ന ലക്ഷ്മി ദേവിയുടെ അഷ്ടകം, കനകധാര സ്തോത്രം, അതേപോലെ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലിയുള്ള അർച്ചനകൾ, ഇതൊക്കെ ചെയ്യാം. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നാളെ നമ്മൾ വെറ്റില കൊണ്ടുള്ള ഈ ഒരു അർച്ചനയും ഈ ഒരു മാല നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ തൂക്കുകയും കൂടി ചെയ്താൽ പ്രോസ്പെരിറ്റിയെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എല്ലാ നെഗറ്റിവിറ്റിയും ഇതുമൂലം ഇല്ലാതാകുന്നതുമായിരിക്കും. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു മാസം, ഈ ഒരു ഇടവമാസം എങ്ങനെ കഴിഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.